ഹലോ ഗൈസ്. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ടയേർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. വേറെ ഒന്നല്ല, ഞാൻ ഇന്നലെയാണ് ഒരു ചെറിയൊരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നത്. സോ ഫുള്ളി റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നാളെ ഒന്നും കൂടെ കൺസൾട്ടേഷനൊക്കെ പോകണം. സോ അതേപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇത്. ശരിക്കും നിങ്ങൾ ലേഡീസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മളെ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ചില വിഷയങ്ങൾ നമുക്ക് പിന്നീട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഞാൻ വളരെ ചുരുക്കി ഞാൻ പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ ഭയങ്കര ഇതായിട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല, കുറച്ച് പറ്റുന്നൊക്കെ എടുത്തു വെച്ചു. അതിന് റീസൺ, എനിക്ക് ഈ വീഡിയോസ് എനിക്ക് വന്ന ഈ ഇഷ്യൂവിനെ പറ്റി എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അവർക്ക് എന്നെപ്പോലൊരു സിറ്റുവേഷൻസ് വന്ന് നമ്മളത് ശ്രദ്ധിക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസായി മാറും കേട്ടോ. ഇപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് വലിയ പ്രോബ്ലം എത്തുന്നതിന് മുമ്പേ തന്നെ എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എനിക്കതിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായി ചെയ്യാൻ വേണ്ടി പറ്റി. സോ അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ എന്താണെന്ന് എനിക്കുള്ള പ്രോബ്ലം എന്ന് ഞാൻ പറയാം. ഹിസ്റ്റ്യൂറിയോസ്കോപ്പിക് ആൻഡ് DNC എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വജൈനയുടെയൊക്കെ ഏരിയാസിൽ കണ്ടുവരുന്ന ചെറിയ ചെറിയ പോളിപ്സ് ആണ്. അത് ചെറിയ ചെറിയ ഇങ്ങനെ കുട്ടി കുട്ടി മുഴകൾ പോലെ വരുന്നത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോളിപ്സ് ഉണ്ടായിരുന്നു. സോ അത് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് എനിക്ക് ഈ പീരീഡ്സ് വരുമ്പോൾ യൂഷ്വലി എനിക്ക് വർഷങ്ങളായിട്ട് നല്ല പെയിനൊക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ വയറുവേദന മാത്രം, നടുവേദന വയറുവേദനയൊക്കെ വരുള്ളായിരുന്നു. ഒരു 2 വർഷത്തിന് മുന്നേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രസ്റ്റ് പെയിൻ വരാൻ തുടങ്ങി. ഭയങ്കര ഹെവി ബ്രസ്റ്റ് പെയിൻ വരാൻ തുടങ്ങി. സോ അപ്പം നമ്മൾ എല്ലാവരുടെ ഷെയർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കും ബ്രസ്റ്റ് പെയിനൊക്കെ വരുന്നുണ്ട്, അത് വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ഓരോ സമയം കഴിയുന്നവരും കുറേ ബുദ്ധിമുട്ടുകൾ വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബ്രസ്റ്റ് സ്കാനിങ്ങിനെ പറ്റിയൊക്കെ ഒത്തിരി പേര് യൂട്യൂബിലും പല ഡോക്ടേഴ്സ്മാരും പറയുന്നുണ്ട്. അപ്പം ഞാൻ തൊട്ട് നോക്കുമ്പോഴൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ കല്ലിപ്പൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു മാമോഗ്രാം ചെയ്യണം, അതാണ് ഇതാണെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര പേടിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞു മോനെ കൊണ്ടാണ് പോയത്. ശരിക്കും എനിക്ക് ഭയങ്കര തലകറങ്ങുന്ന പോലൊരു പേടിയൊക്കെ വന്നു കേട്ടോ. നമ്മളിങ്ങനെ കേട്ടിട്ടല്ലേ ഉള്ളൂ, നമ്മൾ സംശയിച്ച പോലെ വല്ലതും ഉണ്ടോ എന്നൊക്കെ പേടിച്ച് അങ്ങനെ സ്കാനിങ് എടുക്കാൻ പോയി. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു മാമോഗ്രാമിൻ്റെ ആവശ്യമില്ല, അതിന് മുന്നേ ഒരു സ്കാൻ എടുത്ത് നോക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് സംശയാസ്പദമായി തോന്നിയാൽ മാത്രമേ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ആ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് മാമോഗ്രാം പറയാഞ്ഞത്. സോ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പീരീഡ്സ് വരുന്നതിൻ്റെ ഒരു 10 ദിവസം മുന്നേ ഗുളിക തന്നു, അത് കഴിക്കാൻ പറഞ്ഞു. അപ്പം പെയിനൊക്കെ കുറയുമെന്ന് പറഞ്ഞു. പിന്നെ കോഫി ടീ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. സോ അങ്ങനെ തിരിച്ചു വന്നു, ആ മരുന്നൊക്കെ കഴിച്ച്. പിന്നെ വീണ്ടും ഒരു എന്താ പറയുന്നത്, ഓരോ മാസവും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഓരോരോ സിംറ്റംസ് കൂടി വരുന്നു. അതികഠിനമായ രീതിയിലുള്ള ഫിസിക്കലി കുറേ പ്രോബ്ലംസ്, മെൻ്റലി കുറേ പ്രോബ്ലംസ് എനിക്ക് വരാൻ തുടങ്ങി. ലാസ്റ്റ് ഒരു 2 years, അതായത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കും ലാസ്റ്റിൻ്റെ പീരീഡ് വരെ എനിക്ക് ഭയങ്കര വയ്യായിരുന്നു കേട്ടോ. അതായത് എന്നാ പറയുന്നത്, നമുക്ക് മാസത്തിൽ ഈ ഒരു 30 ദിവസം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു 5-8 ദിവസമാണ് എനിക്കൊരു പെയിൻലെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതായത് എനിക്ക് പീരീഡ്സ് വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ സിംറ്റംസ് തുടങ്ങും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാല് വേദന തുടങ്ങും, പിന്നെ ബ്രസ്റ്റ് പെയിനിലേക്ക് വരും. ബ്രസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഠിനം. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബ്രസ്റ്റിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ, എക്സാക്ട്ലി ആ പെയിനാണ്. പാല് വരുന്നില്ല എന്ന് മാത്രം, നമുക്കത് പിഴിഞ്ഞ് കളഞ്ഞാൽ വേദന മാറും എന്നൊക്കെ പോലുള്ള അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരും കേട്ടോ. ക്രേവിങ്സ് വരിക, പിന്നെ അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ. അത് എല്ലാ മാസവും ലാസ്റ്റ് ഒരു 6 months ആയിട്ട് ഈ യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. സോ ഈ പീരീഡ്സ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഈ ബുദ്ധിമുട്ടുകളെല്ലാം സ്റ്റോപ്പാവും. പിന്നെ ഈ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. ഭയങ്കര ഉറക്കമില്ലായ്മ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ, വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെ പിന്നെ എനിക്ക് പറഞ്ഞു, ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്നും കൂടെ ഒന്ന് വേറൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാം.
എന്ന് വിചാരിച്ചു. ഈ ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഈ പീരീഡ്സ് വരുന്നതിന് 10 days മുന്നേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പീരീഡ്സൊക്കെ ഇറഗുലർ ആവാൻ തുടങ്ങി. 35 days സൈക്കിളൊക്കെ ആവാൻ തുടങ്ങി. ചില സമയത്ത് കറക്റ്റ് ആയിരിക്കും, ചില സമയത്ത് അങ്ങനെ ഒരു ഇറഗുലറായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. ഈ പറഞ്ഞ ഭയങ്കര ബ്ലീഡിങ് എന്നൊന്നും പറയാനില്ല. ആ ഒരു 3-4 ദിവസം ഒടുക്കത്തെ വേദന ആയിരിക്കും കേട്ടോ. ഫൈനലി ഞാനൊരു നല്ലൊരു ഡോക്ടറുടെ അടുത്ത് എത്തപ്പെട്ടു എന്ന് പറയാം. പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ട് എനിക്ക് ബ്രസ്റ്റ് പെയിൻ ആണെന്ന് പറഞ്ഞാൽ പോയത്. നല്ല മലയാളമൊക്കെ അറിയാവുന്ന ഒരു ഡോക്ടറായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തി പറഞ്ഞ് ബ്രസ്റ്റിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് അന്ന് പറഞ്ഞത് വലത്തെ റൈറ്റ് സൈഡിലുള്ള ബ്രസ്റ്റിലൊരു ചെറിയ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിൽ കുറേ ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ ഇത് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഈ പീരീഡ്സ് വരുന്ന സമയത്ത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞു. അതേപോലെ തന്നെ ഇവർ പറഞ്ഞു. എന്നിട്ടും എൻ്റെ സിംറ്റംസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് വയറിൽ, അതായത് യൂട്രസ്, ഇതിൻ്റെയൊക്കെ സ്കാനും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പെൽവിക്സിൻ്റെ സ്കാനൊക്കെ. അപ്പോൾ അത് ചെയ്ത് അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ കാരണം നമ്മൾ റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ലേറ്റ് ആവുമല്ലോ. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ ഡോക്ടറെ വിളിച്ച് ചോദിച്ച് പുള്ളിക്കാരത്തി പറഞ്ഞു എന്തായാലും വന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കാണിച്ചു. അപ്പം തന്നെ പുള്ളിക്കാരി എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ മേടിച്ച് അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ച് നമുക്കിത് ഇമ്മീഡിയറ്റ്ലി എടുത്ത് കളയണം, കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്, 2 വിസിബിളായിട്ടുള്ള 2 സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, ചെറിയ പോളിപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മൾട്ടിപ്പിളാണ്, പക്ഷെ അതിൽ 2 കുറച്ച് വലുതാണ്, കുറച്ചൊരു വിസിബിളായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. സോ പെട്ടെന്ന് തന്നെ ഞങ്ങളത് ഫിക്സ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് അടുത്ത പീരീഡ്സ് ആവുന്ന ടൈമായിരുന്നു. സോ അതുകൊണ്ട് അവർ പറഞ്ഞു നെക്സ്റ്റ് പീരീഡ്സ് കഴിയുമ്പോൾ വരാൻ. അങ്ങനെയാണ് ഈ സാറ്റർഡേ ഞാൻ പോയി. കഴിഞ്ഞ സാറ്റർഡേ ഞാൻ പോയിട്ട് അഡ്മിറ്റായി. നെക്സ്റ്റ് ഡേ നമുക്ക് 5 മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. സോ അന്നേരം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിഷ്വൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മുടെ പ്രൊസീജിയർ ഡേ ആണ്. രാവിലെ 4:45 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അപ്പം ഇനി നമുക്ക് റെഡിയായി പോകണം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുതെന്നാണ് പറഞ്ഞത് കേട്ടോ. സോ ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അഡ്മിഷൻ പ്രോസസ്സ്, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് പോയിട്ടുണ്ട്. സോ അങ്ങനെ എന്നോട് പറഞ്ഞു പെട്ടെന്ന് റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്ന ശീലമുണ്ട് കേട്ടോ. അതിൻ്റെ തലവേദനയൊക്കെ എനിക്കുണ്ട്. സോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി തന്നു. നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ അതുപോലെ കമ്മൽ, മാലകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിത് അപ്പം തന്നെ എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് ഞാനിതാ ഇപ്പം റൂമിലെത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എല്ലാം ചടപട എന്ന് പറയുന്ന പോലെ കഴിഞ്ഞു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. സോ ഇതിപ്പോൾ ഈ വിഷ്വൽ നിങ്ങൾ കാണുന്നത് എൻ്റെ അനസ്തേഷ്യയുടെ ഇതൊക്കെ മാറി ഞാനിങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. നല്ല പെയിനായിരുന്നു. ഈ പെയിനോട് കൂടിയാണ് ഞാൻ സത്യത്തിൽ കണ്ണു തുറന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു, നമുക്ക് ഈ പീരീഡ്സൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു പെയിനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ വേദനയുണ്ട്. സോ അങ്ങനെ അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് എനിക്ക് മോർണിംഗ് ഒക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം എനിക്ക് പെയിനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് 2 മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ആദ്യം കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് വോമിറ്റിങ്ങും കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. സോ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അൺയൂഷ്വലായിട്ട് നിങ്ങളുടെ ബോഡിയിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ മടിക്കരുത്, കാണിക്കുക. ഒരു ഡോക്ടറുടെ 2 ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ തേടുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ഞാൻ ഈ 2 വർഷം ആ സമയത്ത് തന്നെ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആ സമയത്ത് തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഈ 2 വർഷത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഇതിപ്പോഴും ഞാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എന്ത് സിംറ്റംസാണ്, എന്ത് ബുദ്ധിമുട്ടാണ് എനിക്ക് വരുന്നത് സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ബാത്റൂമിലൊക്കെ പോയി. യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് അത്യാവശ്യം ചെറിയൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുവാണ്. എനിക്ക് വോമിറ്റിംഗ് ഒന്നും വന്നില്ല ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ. അതുകൊണ്ട് ഫുഡ് കൊണ്ടുവന്ന് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. സോ ഫുഡും കഴിച്ച് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞ ഒരു 1 day പ്രൊസീജിയറാണ്. നമ്മൾ വീട്ടിൽ പോയി അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്താൽ മതി.
പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടെ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ രാവിലെ നമ്മൾ ഡിസ്ചാർജ് ആക്കുമെന്നാണ് പറഞ്ഞത്. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ചാർജിങ് പ്രൊസീജിയർ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് പോകാം കേട്ടോ. 10 മണിയൊക്കെ കഴിയും. എന്തായാലും അത്ര നേരം നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ആദ്യമായിട്ടാണ് നമ്മൾ 2 ഡെലിവറി നോർമലായിരുന്നുകൊണ്ട് നമുക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നത്. ഓപ്പറേഷൻ്റെ ആ തിയേറ്ററിലേക്ക് കയറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കായിരുന്നു. പക്ഷേ ദീർഘമായി ഞാൻ തന്നെ ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ച് എടുത്ത് വിട്ട് എന്നെ തന്നെ ഞാൻ സമാധാനപ്പെടുത്തി. കാരണം എനിക്ക് പേടിയായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തൊക്കെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ സർജറിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കൊണ്ടുവരുന്നു, അടുത്ത ആളെ കൊണ്ടുപോകുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ പേരും അടുത്ത ആശയാണെന്ന് പറയുന്നു, എൻ്റെ പേര് പറയുന്നു, എൻ്റെ പ്രൊസീജിയറിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യാൻ പറയുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ആശ ഉറങ്ങുമായിരിക്കും, ഒരു ½ ഒരു പ്രൊസീജിയറേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇത് ഇന്നലെ അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എന്തോ സാധനങ്ങളാണ്, ഇതൊക്കെ കളയാൻ പറഞ്ഞ് ഞാൻ ഇതെല്ലാം എടുത്ത് കളയാണ് കേട്ടോ. സോ എന്തായാലും അങ്ങനെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടായിരുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോസ് ആയതുകൊണ്ടാണ് ഞാനിതിപ്പം പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഡേ രാവിലെ ആയി. സോ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് ഫുഡൊന്നും കഴിച്ചില്ല, ഫുഡൊക്കെ കഴിക്കണം. ആദ്യം ഞാൻ തന്നെ വെള്ളം കുടിക്കാൻ പോവുകയാണ്. കാരണം ഇനി മുതൽ എനിക്ക് നല്ല പേടിയാണ്. സോ കുറച്ച് ഹെൽത്തി ആയിട്ട് കെയർഫുള്ളായിട്ട് എൻ്റെ ആരോഗ്യമൊക്കെ ഇനി ശ്രദ്ധിക്കണം എനിക്ക് എന്തായാലും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇവിടെ വെച്ച് തന്നെ നല്ലൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണം. അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്ത് അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് കയ്യിൽ നല്ലൊരു നീരൊക്കെ വന്നു കേട്ടോ. കൈക്കൊക്കെ നല്ല വേദന. ഇനി ഇതും കൂടി എടുത്ത് കളയണം. എൻ്റെ എല്ലാ ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, ട്രിപ്പിൻ്റെ എല്ലാ ബോട്ടിൽസും കംപ്ലീറ്റായി. സോ ഇന്ന് എനിക്ക് വേദനയൊക്കെ നല്ല കുറവുണ്ട്. നമ്മളുടെ നല്ല ഹെവി മീല് ഇനി ഞാൻ തട്ടാൻ വേണ്ടി പോവാണ്. നല്ല ക്രേവിങ്സും ഉണ്ട്. അപ്പോൾ നല്ല ദോശ, അതായത് ഓണിയൻ ദോശ, നല്ലൊരു കോഫി. എനിക്ക് ഭയങ്കര കോഫി കുടിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതൊക്കെ കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നല്ലൊരു കോഫി കിട്ടി. അപ്പോൾ നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് ഞാൻ ഫ്രഷ് ആവണം. മരുന്നുകളൊന്നും ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഈ വേദന കുറയാനുള്ള ഒരു വേദന ഉണ്ടെങ്കിൽ കഴിക്കാനുള്ള ഒരു മരുന്ന്, പിന്നെ അതുകൂടാതെ ഇതില്ലേ, എന്തായിരുന്നു പറയുന്നത്, കുറച്ച് ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. സോ ഇനി ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വന്നിട്ട് പോകാൻ പറ്റുള്ളൂ. ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ നമ്മുടെ പ്രൊസീജിയർ ഉണ്ടല്ലോ, അതായത് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയേക്കാം കേട്ടോ. സോ ഇന്നാണ് ഞാനിങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി നോക്കുന്നത്. നമ്മുടെ വാർഡിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ഗ്രില്ലുണ്ട്, പുറത്തേക്ക് നിന്ന് നോക്കുവാണേ. അതോ ആ കാണുന്ന റോഡ് അതുവഴിയാണ്. ശരിക്കും എപ്പോഴും ഈ കുട്ടികളെ കൊണ്ട്, എൻ്റെ പിള്ളേരെയും കൊണ്ട് ഞാനിങ്ങനെ വരാറുണ്ട് കേട്ടോ. അന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനിവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്ന്. സോ അങ്ങനെ ഞാൻ പാക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തു. എന്തായാലും പോയിട്ട് എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് പാക്ക് ചെയ്യാം. പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം. പിള്ളേരെ എൻ്റെ അനിയത്തി വന്ന് നോക്കുന്നുണ്ട്. എന്നിരുന്നാലും പെട്ടെന്ന് വീട്ടിൽ പോയി പിള്ളേരെയൊക്കെ കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ ഓരോന്നും ഞാനെടുത്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, നമ്മൾ ലേഡീസാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ചില സിംറ്റംസൊക്കെ കാണിച്ച് തരുന്നതാണ്. അത് നമ്മൾ കാര്യമാക്കാതിരിക്കരുത്. വീണ്ടും പലതരത്തിലുള്ള സിംറ്റംസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കാണിക്കുക, കൺസൾട്ട് ചെയ്യാൻ മടിക്കരുത്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.